കൊച്ചു കൊച്ചു പുഷ്പങ്ങൾ ചാനൽ വഴിയാകെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് നന്ദിയും നമസ്കാരവും നാം പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ കൊച്ചു കൂട്ടുകാരനെ ഒരു ഉപ്പു വ്യാപാരി ഉണ്ടായിരുന്നു. ഉപ്പു വ്യാപാരി ഉപ്പു ചന്തയ്ക്ക് കൊണ്ടുപോകുന്നതും വരുന്നതും ആയിരുന്നു. നാൾക്ക് നാൾ അവൻ എന്ത് ചെയ്തു? വലിയ പൈസ വരാൻ തുടങ്ങി. അപ്പോൾ ചുമന്ന് കൊണ്ടിരുന്ന മനുഷ്യൻ ഇനി അന്ന് വാഹനങ്ങളൊന്നുമില്ല അല്ലേ കൊച്ചു കൂട്ടുകാരനെ? അന്ന് വണ്ടികളൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത് ഒരു ചന്തയിൽ പോയി ഒരു കഴുത മേടിച്ച് എന്ത് ചെയ്ത് അവൻ ആ കഴുതയിൽ മുതുകിൽ ഉപ്പ് കയറ്റി ചന്തയിൽ കൊണ്ടുപോകും. ചന്തയിൽ കൊണ്ടുപോയി എന്ത് ചെയ്യും? വിൽക്കും. ചന്തയിലെല്ലാം നിറയെ ഉപ്പ് വ്യാപാരി ഇരുന്നാലും ഈ ഉപ്പ് വ്യാപാരിക്ക് കച്ചവടം നല്ല കിട്ടിക്കൊണ്ടേയിരുന്നു. ഒരു പ്രാർത്ഥന ചെയ്യുന്ന ഒരു ഉപ്പ് വ്യാപാരി ദൈവത്തോടെ പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ ഉപ്പെല്ലാം വിറ്റ് പോകണം എന്ന് ചൊല്ലി പ്രാർത്ഥിക്കും. കൊച്ചു കൂട്ടുകാരുടെ നമ്മൾ സ്കൂളിൽ പോകുന്നത് വരുന്നതും ഈ വണ്ടിയിലെല്ലാം പോകുന്നതുകൊണ്ട് ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടോ? ബുദ്ധിയില്ല, പഠിക്കാൻ എനിക്ക് ബുദ്ധിയില്ല, അതുകൊണ്ട് കുറച്ച് ബുദ്ധി വേണമെന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഒരു അപകടം പറ്റാതെ വീട്ടിൽ വന്ന് ചേരണമെന്ന് പ്രാർത്ഥിക്കണം കൊച്ചു കൂട്ടുകാരെ. എൻ്റെ ഉപ്പ് വ്യാപാരി ഈ കഴുത കഴുതയെ വീട്ടിൽ കൊണ്ടുവന്ന് അവൻ എന്ത് ചെയ്തെന്നറിയോ? തീറ്റയും വെള്ളവും എല്ലാം കൊടുത്ത് അതിനെ തടവി കൊടുത്ത് നല്ല സ്നേഹിച്ചപ്പോൾ കഴുതയും എന്ത് ചെയ്ത് എൻ്റെ ഉടമസ്ഥനല്ലേ നെല്ലിയോണ്ട് അടുത്ത് ചെന്ന് ഒന്നിങ്ങനെ ഒരസും അടുത്ത് എന്ത് ചെയ്യും? അതിനെ നക്കി കൊടുക്കും, മണപ്പിക്കും. ഇങ്ങനെയെല്ലാം ഈ കഴുത ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഉപ്പിനെ കയറ്റി ചന്തയ്ക്ക് കൊണ്ടുപോയി. അങ്ങനെ പല ദിവസം അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ആറ്റിൽ ഇറങ്ങി ചന്തയ്ക്ക് പോകണം. ആറ്റിൽ ചെന്നപ്പോൾ ഒരു ദിവസം ഈ കഴുത യഥാർത്ഥമായിട്ട് കാല് തന്നെ ആറ്റി വിളന്നുപോയി. പാവം ആ കഴുത അങ്ങനെ കുറച്ച് സമയം കടന്നപ്പോൾ ഉപ്പ് വ്യാപാരിയും അങ്ങനെ പാവമല്ലേ എന്ന് ചൊല്ലിയിട്ട് അങ്ങനെ വിട്ടു. കുറച്ച് സമയം എടുത്തിട്ട് കഴുത അങ്ങനെ ഇളന്തിരിച്ചപ്പോൾ ഉപ്പ് അലുത്ത് പോയി. കുറച്ച് കഴുതയ്ക്ക് ரொம்ப കഷ്ടം ഇരുന്ന വെയിറ്റൊക്കെ കുറഞ്ഞ് എന്ത് ചെയ്ത് ലഘുവായപ്പോൾ ഉപ്പ് അലുത്ത് പോയ കൊണ്ട് ലഘുവായപ്പോൾ കൊച്ചു കൂട്ടുകാരെ നമ്മൾ അങ്ങനെയല്ലേ, നമ്മൾ എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ട് വരുമ്പോൾ വെയിറ്റ് കുറയാൻ വേണ്ടി നമ്മൾ ഓർക്കും അല്ലേ? ഇന്നെങ്കിൽ ഓരോ കൊച്ചു കുട്ടികളൊക്കെ ബാഗൊക്കെ മുതലിട്ട് എമ്മാത്രം പുക്ക്. ഞാൻ പഠിച്ച സ്ഥലത്ത് അങ്ങനെ ഒന്നുമില്ല, 1-2 പുക്കുകളേ ഉള്ളൂ. അല്ലേ കൊച്ചു കൂട്ടുകാരെ? അങ്ങനെ ഈ കഴുത ഓർത്ത് ഇത് ലഘുവായിക്കൊണ്ട് അടുത്ത ദിവസവും എന്ത് ചെയ്ത് ഉപ്പിനെ കയറ്റി കൊണ്ടുപോകുമ്പോഴേ ആറ്റി വന്നപ്പോൾ അവിടെ കടന്നുപോയി. ഉപ്പ് വ്യാപാരിയും അങ്ങനെ വിട്ടു. അങ്ങനെ പല പ്രാവശ്യമായി. അപ്പോൾ തന്നെ ഉപ്പ് നഷ്ടം തുടങ്ങി. ഉപ്പ് കുറച്ച് അലുത്ത് പോകുന്നതുകൊണ്ട് എന്ത് ചെയ്യുക? നഷ്ടം വരാൻ തുടങ്ങി. അപ്പോഴാണ് ഓർത്തത് ഉപ്പെല്ലാം എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ അലുത്ത് പോകുന്നു എന്ന് ഓർത്ത് ഈ കഴുതയ്ക്ക് ഒരു പാഠം പഠിപ്പിക്കണോ എന്ന് ഓർത്ത് അവൻ പഞ്ഞി വിൽക്കുന്ന സ്ഥലത്ത് പോയി ഒരു മൂട്ട പഞ്ഞി മേടിച്ചു. പഞ്ഞി. ആ പഞ്ഞിനെ മേടിച്ച് എന്ത് ചെയ്ത് അവൻ കൊണ്ടുവന്നപ്പോൾ ഈ പഞ്ഞി മൂട്ടയെ എന്ത് ചെയ്ത് മുതല് കയറ്റി
ആറ്റിക്ക് ചന്തയ്ക്ക് പോയി. ചന്തയ്ക്ക് പോകുന്ന സമയത്ത് തന്നെ ആറ്റിൽ വന്നതും ആ കഴുത എന്ത് ചെയ്ത് ആറ്റി കടന്നപ്പോൾ ഉപ്പുയാവാരി അങ്ങനെ വിട്ടപ്പോൾ എന്ത് ചെയ്ത് ഇനി നമുക്ക് വെയിറ്റ് ഇല്ലല്ലോ, കുറഞ്ഞു പോയി എന്ന് ഓർത്ത് അത് എഴുந்திരിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്ത് വെയിറ്റായിരിക്കുക. കഴുത കഷ്ടപ്പെടുന്നു, ഒന്നാ ചെയ്യാനെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ തന്നെ ഉടമസ്ഥ എന്ത് ചെയ്ത് ചാട്ടയെടുത്ത് അടിക്കാൻ തുടങ്ങിയപ്പോൾ കഷ്ടപ്പെട്ട് എന്ത് ചെയ്ത് എഴുந்திരിച്ച് എന്ത് ചെയ്ത കഴുത നടക്കാൻ മേലാതെ നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒന്ന് മനസ്സിലായി, എന്ത് നമുക്ക് ഉടമസ്ഥ എന്ത് ചെയ്ത് നമുക്ക് പണി തന്നു എന്ന് ഓർത്ത് അവൻ എന്ത് ചെയ്ത് കഴുത അങ്ങനെ ഓർത്ത് അങ്ങനെ പോയാൻ തുടങ്ങി. പക്ഷേ ഉടമസ്ഥനക്കും അങ്ങനെ ഒരു തോന്നൽ തോന്നി. കണ്ടോ കൊച്ചു കൂട്ടുകാരനെ, ഇങ്ങനെ തന്നെ മടിയൻ മലയെ ചുമക്കും.